ഇത് പശുവിനെ കറക്കുന്ന റോഡ് സൈഡിൽ. 5 രൂപ 5 ரூபாய்க்கு கருவேப்பிலை முடியும் அம்மாவுக்கு. 5 ரூபாய்க்கு வேண்டப்பா. 2 தானே? எனக்கு வேண்டாம், கருவேப்பிலையும் வேண்டாம். சரி. മധുരയിലെ ഒരു രാവിലത്തെ കാഴ്ചയാണ്. ഒരു സൈക്കിൾ റിക്ഷയൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. സൈക്കിൾ റിക്ഷ നമ്മളീ കാണുന്നത് മധുരൈ കോവിലാണ്. മധുരൈ മീനാക്ഷി കോവിലാണ്. അതിൻ്റെ പടിഞ്ഞാറേ നടയിലെ ഗോപുരമാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാം രാവിലെ ടീ ഷാപ്പാണ്. ടീ ഷാപ്പൊക്കെ കണ്ട പാട്ടൊക്കെ ഇട്ട് നമുക്കൊരു കോഫിയൊക്കെ അടിക്കാം. അവിടെ തിരക്കാണ്. ഇവിടെ ഇഞ്ചിയൊക്കെ ഇട്ട ചായ. ഒരു ഓട്ടോ ചേട്ടനെ വെളിയിലോട്ടിരുന്ന് പേപ്പർ വായിക്കുന്നു. ഇവിടെ സ്ട്രീറ്റൊക്കെ ഉണർന്നു വരുന്നതേ ഉള്ളൂ. ഇവിടുത്തെ ഒരു കോവിലിൽ ഉത്സവം, അതിൻ്റെ അലങ്കാരങ്ങളൊക്കെ കാണാം. മുരുകൻ കോവിലാണ്. ഇവിടെ എല്ലാം രാവിലെ ഈ വെളുപ്പിനെ തന്നെ ചായ, അതുപോലെ തന്നെ കടികൾ, സ്നാക്സൊക്കെ ഉണ്ട്. ഇത് വേറൊരു കോവിലാണ്, ദേവിയുടെ കോവിലാണ്. നമ്മുടെ നാട്ടിലെ കടകളൊക്കെ തന്നെ ഇവിടെ ദാണ്ട് ഭീമാ ജ്വല്ലറി, ജോസ് ആലുക്കാസ്, എല്ലാ കടകളും ഇവിടെ ഉണ്ട്. രാവിലെ സണ്ട കൂടുന്നു. എന്താ പോത്തീസ് ഉണ്ട് ഇവിടെ. മധുരയിലെ പോത്തീസ് കടയാണ്. അതിനടുത്ത് തന്നെയാണ് ജോസ് ആലുക്കാസ്. ഇതാണ് മധുരയിലെ പ്രശസ്തമായ മുരുകൻ ഇഡ്ഡലി. നമ്മളിതിൻ്റെ ഒരു വ്ലോഗ് പിന്നെ വന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ പോവുകയാണ്. മുരുകൻ ഇഡ്ഡലി ഇത് ഫേമസ് ആണ് ഇവിടുത്തെ. വേറൊരു ക്ഷേത്രമാണ്. എന്താണ് എഴുതിയിരിക്കുന്നതെന്നൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിന് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്താണ്. പക്ഷേ ഇവിടുത്തേക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ കമാനം, ഗോപുരങ്ങൾ ഇവിടുത്തേക്ക് ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ഇതൊരു വലിയ ക്ഷേത്രമാണ്. എൻ്റെ കോവിൽ കണ്ട നല്ല രസമാണ്. ഇത്രയും മനോഹരമായ രീതിയിലായിരിക്കും ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങളുടെയൊക്കെ ഗോപുരങ്ങൾ. കടകളൊക്കെ തുറക്കുന്നത് കണ്ട അവർ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കടകളൊക്കെ തുറക്കുന്നത്. മറ്റൊരു കോഫി കടയിലെ തിരക്ക് കണ്ട രാവിലെ തന്നെ ഇവിടെ ചായ കുടിക്കാനൊക്കെ നല്ല തിരക്കാണ്. കല്യാൺ ജുവലേഴ്സ് എല്ലാം ഉണ്ട്. മലയാളികളുടെ എല്ലാ സ്ഥാപനങ്ങളും തമിഴ്നാട്ടിലുണ്ട്. മറ്റൊരു കോവിലാണ്. അമ്പലത്തിന് ഒരു ക്ഷാമവുമില്ല ഇവിടെ. ഇത് ഇവിടുത്തെ ഒരു അയ്യപ്പ ക്ഷേത്രമാണിത്. അയ്യപ്പൻ്റെ അമ്പലമാണിത്. ഇവിടെ വേറെ ഒരു ക്ഷേത്രം. ഇതൊരു ജംഗ്ഷനാണ്. അങ്ങ് അവിടെ ഒരു ഗൗരി കോഫി, ടീ ആൻഡ് സ്നാക്സ്. രാവിലെ എന്താ തിരക്ക്! കുറേ സ്നാക്സൊക്കെ ഉണ്ട്. വീണ്ടും ഒരു ചായ കൂടി കുടിച്ചാലും തമിഴ്നാട്ടിൽ വന്ന് ടീ സാപ്പിടാം.
രാവിലെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കും. രാവിലെ വട ഷാപ്പ്. ഞാനൊരു ചായയും കണ്ടോ, രാവിലെ പയർ പുഴുങ്ങിയത്, നല്ല പ്രോട്ടീൻസ് ഉള്ള സാധനങ്ങളെ കഴിക്കാം. പിന്നെ വേണ്ട ഇവിടെ വേണ്ട വടകളൊക്കെ ഉണ്ട്. വടകൾ, പയർ പുഴുങ്ങിയതും വടയാണ് ഇവിടുത്തെ മെയിൻ സാധനം. പിന്നെ ഇപ്പുറത്ത് വേണ്ട സ്നാക്സ് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ചായ അടിക്കുന്നൊക്കെ നല്ല സ്റ്റൈല് ചേട്ടൻ. പാലൊക്കെ നല്ല തിളപ്പിച്ച് ഇങ്ങനെ ഇട്ടേക്കാണ്. ഇവിടെ വേണ്ട സ്ട്രീറ്റ് റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെ എൻ്റെ പഴം ഇങ്ങനെ എന്തൊക്കെയോ പച്ചിലകളൊക്കെ പശു ഇങ്ങനെ റോഡിലൂടെ സൈഡിലൂടെ ഒക്കെ നടക്കും. ഇവിടെ ഇങ്ങനെ കെട്ടിയിടുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ രാവിലെ ഉദിച്ചുവരെയാണ് നമ്മുടെ പ്രഭാത സൂര്യൻ. വേണ്ട അടുത്ത കോവിലിന് ഒരു പഞ്ഞവുമില്ല തമിഴ്നാട്ടിൽ. പാലൊക്കെ വിൽക്കുന്ന റോഡ് സൈഡിൽ നല്ല ഒരു സ്ട്രീറ്റാണിത്. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയാന്ന് തോന്നുന്നു. ഇത് പശുവിനെ കിടക്കുന്ന റോഡ് സൈഡിൽ. നല്ല രസമുള്ള പരിപാടിയാണ്. പഴങ്ങളും ഉണ്ടെന്നുണ്ടോ അനോമൻ? രാവിലെ എത്രയോ പേരിരുന്നാണ് ഇങ്ങനെ കൂട്ടത്തോടെ പേപ്പർ വായന. രാവിലെ ഉള്ളൊരു പച്ചക്കറി കച്ചവടമാണ്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നു, തൂക്കുന്നു. கத்திரிக்காய் கொடுப்பாங்க. சரியா போச்சா? உனக்கு கருவேப்பிலை மல்லி, தங்கச்சிக்கு 2, இவங்களுக்கு 2 கருவேப்பிலை கொடுங்க. எனக்கு 5 ரூபா கடை. 5 ரூபாய்க்கு கருவேப்பிலை மல்லி அம்மாவுக்கு. 5 ரூபாய்க்கு வேண்டாப்பா. 2 தானே? எனக்கு வேண்டாம், கருவேப்பிலையே வேண்டாம். சரி, இவங்களுக்கு தங்கச்சிக்கு மட்டும். எனக்கு 5 ரூபா மட்டும். തമിഴ്നാട്ടിലെ മധുരയിലെ ഒരു മോസ്കാണിത്. ഇതിൻ്റെ നമ്മുടെ നാട്ടിലെ ആ സ്റ്റൈലൊന്നുമല്ല, വേറെ രീതിയിലാണ്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ശ്രീ തിരുപ്പതി റെസിഡൻസി തിരിച്ചെത്തി.